അപ്പൊ അതിന് നമ്മ ഒരു ധൃതിയിലാണ്, ഇന്ന് വേഗം നമ്മ ഒരു സ്റ്റോറേജിന്റെ പണി തുടങ്ങണേണ്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം പൊക്കത്തുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ അപ്പൊ നമ്മുടെ ഈ സ്റ്റോറേജ് റൂം ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇതിൽ ചിലപ്പോൾ ഇത്തിരി കൂടിയും കുറഞ്ഞും ഇരിക്കും, എന്നാലും ഇത്രയാണ് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ. സോ അപ്പൊ നമ്മുടെ ഈ സ്റ്റോറേജ് ഏരിയക്കുള്ള ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റോറേജ് ഏരിയയുടെ ബിൽഡിങ് പതിയെ തുടങ്ങാം. അപ്പൊ നമ്മ ലേഔട്ട് വരച്ചിട്ട് എന്തായാലും പറഞ്ഞുതരാം ഇങ്ങനെ എത്ര വീതി ഉണ്ടാവുന്നൊക്കെ അല്ലേ? അതെ. സോ അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയയുടെ ലേ ഔട്ട് വന്നത്. ഈ സൈഡിലെ പില്ലേഴ്സിനെല്ലാം ഒരു 6 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എൻട്രൻസിന്റെ അവിടെ വന്നത് 8 ബ്ലോക്ക് ഹൈറ്റിലാണ് വന്നത്. 6 ബ്ലോക്ക് ഇപ്പൊ ഈ ബാരലും കൂട്ടും. ബാരൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കണ്ടെങ്കിൽ അത് നോക്കിക്കോ. ആ ബാരൽ ഒഴുകി 5 ബ്ലോക്ക്. 4 ബ്ലോക്ക് വീതി. ഈ സൈഡുകളിലെല്ലാം 4 ബ്ലോക്ക് വീതി. പിന്നെ എൻട്രൻസിന് ഇവിടെ 2 ബ്ലോക്ക്, പിന്നെ എൻട്രൻസിൽ 3 ബ്ലോക്ക് വീതി. അങ്ങനെയാണ് ഇവിടുത്തെ ലേ ഔട്ട് വരുന്നത്. അതെ. സോ അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ഏരിയന്റെ എൻട്രൻസിന്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ബാരലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ മുകളിൽ സ്റ്റെയറും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്. ഹലോ ഹലോ, രണ്ട് പുതിയ കൂട്ടുകാരാ. പേരെന്തൊക്കെയാ? ഈ പേര് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അടിപൊളി മലയാളം പേര് പൂച്ചാണ്ടി പപ്പു. നല്ല പേരൊക്കെ നല്ല പേര് തന്നെയാണ്. രണ്ടും 2 കളറാണല്ലേ? ആണും പെണ്ണോ. ഒരെണ്ണം വെള്ളയും ഒരെണ്ണം ബ്രൗൺ. ആണേതാ? ആണ് ബ്രൗൺ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ബിൽഡിലേക്ക് കണക്കാവാം. ആടാ, ഇവരോട് ബിൽഡ് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചേ അവസാനം റിവ്യൂ ചെയ്തോളൂ. ഓക്കെ. സോ അപ്പൊ നമ്മുടെ സ്റ്റോറേജിന്റെ പണി ഒരുവിധം തീർന്നിട്ടുണ്ട്. നമുക്കിനി റൂഫിംഗ് ബാക്കിലേക്കും കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഫ്രണ്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫ്ലോറിംഗ് ആണെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ ബാമ്പും ബെർച്ചും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ പോലെയാണ് ചെയ്യണത്. ഇത് നമ്മുടെ സ്വന്തം റെജിമോന്റെ തന്നെ ഐഡിയ ആണ്. പിന്നെ റൂഫിംഗ് വന്നതും റൂഫിംഗ് നമ്മൾ ബാക്കി ചെയ്തിട്ടില്ല. റൂഫിംഗ് വന്നത് ഒരു ജസ്റ്റ് ഉരുണ്ട ഒരു ഷേപ്പിലാണ് വന്നേക്കണം, അധികം പോയിന്റ് ആയിട്ടല്ല. അതും നമ്മൾ ഡീപ് സ്ലേറ്റ് കൊണ്ടാണ് മറ്റേ ഔട്ട്ലൈൻ ചെയ്യുന്നത്. മെയിൻ റൂഫ് തന്നെ എന്ന് പറയുമ്പോൾ സ്പ്രൂസും കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്തായാലും ബാക്കി ബിൽഡ് തീർത്തിട്ട് പിന്നെ ഈ ടെറാഫോമിംഗ് കൂടി ഇവിടെ ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ടായിരിക്കും ഇനി വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നത്. സ്റ്റോറേജിന്റെ ബിൽഡ് വന്നത് എന്റെ ബിൽഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ സോംബി ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. അതിന് കൊന്നോ കിട്ടി. സോംബിക്ക് നമ്മുടെ ബിൽഡ് കണ്ട് നമ്മളോട് റെസ്പെക്ട് അടിച്ചതെന്ന് തോന്നണം അല്ലേ? അതെ. അടുത്ത സോംബീസ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്കെന്നാ വേഗം ഇത് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ പാത്ത് സെറ്റപ്പ് ചെയ്തേക്കണത്. നമ്മുടെ ബോഡി ഗാർഡ് നമ്മളെ സേഫ് ആക്കിക്കോളും. ഇങ്ങനെയാണ് നമ്മുടെ പാത്ത് വന്നത്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും ഇത്രയും ജസ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ സോർട്ട് ചെയ്തിട്ടില്ല. അതുകൂടി ചെയ്യുമ്പോഴേക്കും ഇന്ന് നമുക്ക് സമയമില്ല, വീഡിയോ ഒന്നും വരെയില്ല. ഒന്നാമത്തെ വീഡിയോ ലേറ്റ് ആണ് ഒരു ദിവസത്തേക്ക്. ഇത്രയും ചെസ്റ്റ് വന്നിട്ടുണ്ട്. നടുക്കൊരു ക്രാഫ്റ്റ് ടേബിളും ഒരു സ്റ്റോൺ കട്ടറും വന്നിട്ടുണ്ട്. ഇവിടെ ഐറ്റം ഫ്രെയിം ഇങ്ങനെ നിരത്തി വെക്കണ്ട. അല്ല ഇത് എന്തെങ്കിലും ഒറ്റ സാധനങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വെക്കാം. എന്തായാലും കയ്യിലിരുന്ന് ഇഷ്ടാവണ്ടെന്ന് ഞാൻ ചോദിച്ചെന്നുള്ളൂ. പിന്നെ എടുത്ത് മാറ്റാം. അങ്ങനെ. സോ അപ്പൊ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോള് ഇവിടെ നമ്മള് ടെറാഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ മതലിന്റെ ഏരിയ ഒന്ന് അതെ, അത് അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ മതലിന്റെ ഏരിയ ഒരു പണിയുണ്ട്. മറ്റേ ഇവിടെ ഈ ഭാഗം എംപ്റ്റി ആയിട്ട് കിടക്കണ്ട. ഇത്രയും ഭാഗം ഞാൻ നടന്ന് കാണിക്കണം. ആ മതല് ഈ മതിലിൽ എന്തെങ്കിലും ഡെക്കറേഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ പറയാം. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുമ്പോ ജസ്റ്റ് ലീവ്സ് ഒക്കെ വെച്ചൊന്ന് നടക്കാനാണ്. ഇപ്പുറത്ത് ജസ്റ്റ് നമ്മുടെ റെജിമോന്റെ ഐഡിയ പ്രകാരം ഒരു ലോഗൊക്കെ വെച്ചൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും കൊള്ളാം. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ റിപ്പീറ്റേഷൻ പോലെ വന്നോണ്ട് ഞങ്ങൾ അത് അപ്പുറത്ത് ചെയ്തിട്ടില്ല. പിന്നെ റൂഫിൽ കൂടി ഒരു വൈനൊക്കെ നമ്മൾ അത്യാവശ്യം പടർത്തിയിട്ടുണ്ട്.
റൂഫിന്റെ മണ്ടക്കൂടി ജസ്റ്റ് ഒരു വൈൻസ് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബിൽഡ് എങ്ങനെ ഉണ്ടെന്ന് കൂടി ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കുക. എന്തായാലും ജൂൺ 9 പോലെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സാം തന്നെയാണ്. അപ്പൊ ഒരാഴ്ച ഈ വേൾഡിന്റെ ആ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവൂല. പിന്നെ ഞങ്ങള് വേറെ എന്തെങ്കിലും വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാം. അതെ. സോ എന്തായാലും രാവിലെ അതെ ഉറങ്ങാൻ പോട്ടെ. രാവിലെ ഇനി ഉറങ്ങട്ടെ എന്നൊക്കെ. ഇനി മെയിൻ ഔട്ടർ എടുക്കാവാ റെഡി വന്നിട്ട്. അതെ അല്ല ശരി, ഞാൻ സൈഡിൽ കാര്യമുണ്ട്. എന്റെ അടുത്ത് വന്ന് നിക്കടാ. 2 ഏക്കർ ദൂരെ പോയി തന്നെ ഒന്നാമത് കറത്തിരിക്കണ്, രണ്ടാമത് അവിടെ വെട്ടവും ഇല്ല. അയ്യേ എടാ, ഈ ഡ്രസ്സിലാണ് ഞാൻ എടുത്ത ഔട്ട്രോ. പിന്നെ എടാ അയ്യോ, എന്റെ ഐക്കോണിക് ഡ്രസ് എത്തിയില്ലടാ.